ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഈ ടൈൽ കട്ടിങ്ങിൻ്റെയും ഡ്രിൽ മെഷീൻ്റെയൊക്കെ സൗണ്ട് ചിലപ്പോൾ ഈ വീഡിയോയിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സദയം ക്ഷമിക്കണമെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഞാൻ എല്ലാം ഇങ്ങനെ പരത്തി തിണ്ണയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഇങ്ങനെ ചുട്ടെടുക്കാനിട്ട് ചെയ്യണത്. അങ്ങനെ പൂരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് കറിയായിട്ട് ചിക്കൻ കറിയുടെ ബാലൻസ് ഉണ്ടായതുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പൂരിയും ചിക്കൻ കറിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റമൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വേപ്പിലയൊക്കെ. പിന്നെ പരിപ്പും ഉണ്ട്. അപ്പോൾ പരിപ്പും വെള്ളരിക്കയും തക്കാളിയൊക്കെ തേങ്ങ അരച്ചിട്ടുള്ള കറിയില്ലേ, അത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി ക്ലീനാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അത് പിന്നെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ കുക്കറിലേക്ക് കഷ്ണങ്ങളിട്ട് വേവിക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഈ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് പരിപ്പ് മിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ കറി നമുക്ക് ഈ പാത്രത്തിൽ ഇരുന്നോളൂല്ലോ, കുക്കറിൽ നിന്ന് മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവായി ഞാൻ പിന്നെ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി ഈ പരിപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. പരിപ്പും ഈ കഷ്ണങ്ങൾ വേരും ഒക്കെ അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി അരച്ചതാണ് അരപ്പ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കടുക് വറുക്കാം. ഈസി ആയിട്ടുള്ള കറിയാണല്ലോ. പക്ഷേ ഈ വേനൽക്കാലത്തേക്കൊക്കെ പറ്റിയ നല്ലൊരു നാടൻ കൂട്ടാനാണ് കേട്ടോ ഇത്. നമുക്ക് ഒരു മസാലക്കുത്തുകളൊന്നുമില്ലാതെ ചോറിന് ഊണ് കഴിക്കാനും നല്ല സുഖമാണ് ഈ കറി ഉണ്ടെങ്കിൽ. വയറിനും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ചൂട് സമയത്ത് നമ്മൾ ഈ മീൻകറിയൊക്കെ കൂട്ടി കഴിയുമ്പോൾ നല്ല എരിച്ചിലും പുകച്ചിലൊക്കെ കിട്ടും, നല്ല എരിവുള്ള മീൻകറിയൊക്കെ കൂട്ടി കഴിയുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ ബോഡിക്ക് നല്ല കൂളായിട്ടിരിക്കുന്ന ഒരു കറിയാട്ടോ. അങ്ങനെ ഞാൻ കറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൂരിയെല്ലാം ഒന്നിച്ച് പരത്തി വയ്ക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത് കുട്ടികളൊക്കെ ഉള്ള കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് അങ്ങനെ ചെയ്യണതാട്ടോ നല്ലത്. കാരണം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ പോയിട്ട് ഓരോ പൂരി ഇങ്ങനെ പരത്തി കൊണ്ടുവന്ന് ചട്ടിയിലിടാൻ നിൽക്കുമ്പോഴത്തേനും എന്തായാലും കുഞ്ഞുമക്കൾ നമ്മളെ ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ അവരുടെ ശല്യം മാറ്റാനായിട്ട് അങ്ങോട്ടൊന്ന് തിരിയും. അപ്പോഴത്തേനും ചട്ടി ആകെ പുകഞ്ഞ് അടുക്കള മുഴുവൻ പുക പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അടുപ്പത്ത് ഇരുന്നിട്ട് ഇപ്പോൾ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പുറത്തെ അടുപ്പത്ത് ഒന്നെങ്കിൽ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറികൾ ചൂടാവാൻ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ തോരന് മെഴുക്കുവരട്ടി എന്തെങ്കിലുമൊക്കെ രാവിലത്തെ തിരക്കിൽ അതും ഒക്കെ വേറെ അടുപ്പിലിരിക്കണ്ടാവും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇത് ചെയ്യണ സമയത്ത് ഇതെല്ലാം പരത്തി വെച്ചേക്കാണെങ്കിൽ എനിക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴും എനിക്ക് മറ്റേ പാത്രത്തിലേക്കും കൂടി ശ്രദ്ധ പൊക്കോളൂ കേട്ടോ. അപ്പോൾ അത് തീ ഓഫ് ചെയ്യാനോ ഇളക്കാനോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതേസമയം ഞാനിത് ഓരോന്നായിട്ട് പിന്നെ പോയിട്ട് പരത്തിയിട്ട് വന്നിട്ട് ഇടാൻ നോക്കുമ്പോഴത്തേനും അപ്പുറത്തെ അടുപ്പിലിരിക്കുന്നത് കരിഞ്ഞും പോയിട്ടുണ്ടാവും. ഈ പൂരി പൊരിക്കാൻ വെച്ച വെളിച്ചെണ്ണയിലേക്ക് തീയും കയറി ആകെ ഒരു അന്തരീക്ഷം മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെയായിട്ട് ചെയ്യാറ്. നമുക്ക് ആദ്യമേ നമ്മൾ കുക്കിങ്ങൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പല പല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് പഠിക്കണതാണ് അങ്ങനെ ഓരോ പാഠങ്ങൾ. അങ്ങനെ പിന്നെ കറിയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയില ഉണ്ടായിട്ടോ. അപ്പോൾ അത് ഞാൻ മോളുണ്ട് ഇവിടെ, അവൾക്കിന്ന് ക്ലാസ്സില്ല. അപ്പോൾ അവളത് ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ ആയിട്ട് അലക്കാനും അതിനൊക്കെ ആയിട്ട് ഞാൻ പോയി. തിരിച്ചു വരുമ്പോഴത്തേനും അവൾ ഇലയെല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാൻ അപ്പോൾ ആദ്യമേ തന്നെ പപ്പടം കൊണ്ട് ഫ്രൈ ചെയ്തു. അതേ എണ്ണയിലേക്ക് തന്നെ മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് തോരൻ റെഡിയാക്കി അതും എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഊണൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞൊരു 3 മണി 3:30 ആയ സമയത്താണ് പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായി. അപ്പോൾ ഇനി ചായക്ക് എന്നാൽ മധുരക്കിഴങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി മുറിച്ചിട്ട് ആവി കയറ്റി വേവിക്കും കേട്ടോ. അതാകുമ്പോൾ അതിൻ്റെ ആ മധുരമൊന്നും പോവില്ല. നല്ല മധുരക്കിഴങ്ങിന് മധുരം കിട്ടണമെങ്കിൽ അങ്ങനെ ആവി കയറ്റി എടുത്താൽ മതി. വെള്ളത്തിലിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ആ മധുരമൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോയിട്ടുണ്ടാവും.
അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് മധുരക്കിഴങ്ങായിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലാണല്ലോ, അപ്പോൾ ഒരു 5 മണി 5:30 ആയാലാണ് വെയിലൊക്കെ ഒന്ന് കുറയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെടികൾ നനയ്ക്കാണ്ട് എന്തായാലും പറ്റില്ല. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒക്കെ ചെടി തന്നെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത ജോലി ചെടി നനയ്ക്കലാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.